വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കാൻ നിൽക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയപ്പോഴൊക്കെ പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഇതല്ലേ. ചില സാഹചര്യങ്ങളിൽ നമ്മളും പല ആൾക്കാരോട് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടാവാം. ശരിക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറും. പോസിറ്റീവ് തിങ്കിങ് നല്ലതാണ്. ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ സ്വയം വിശ്വസിക്കുമ്പോൾ അതിനൊരു മോട്ടിവേഷനൊക്കെ നമുക്ക് കിട്ടും. കൂടുതൽ റെസിലിയൻസ് ബിൽഡാവും. അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷെ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് മാത്രം നമുക്കൊരു പ്രശ്നത്തിനെ ഓവർകം ചെയ്യാൻ പറ്റും. ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും, എത്ര അധികം ഇൻറ്റൻസ് ഇമോഷൻസ് ഫീൽ ചെയ്താലും, ട്രോമാസ് എക്സ്പീരിയൻസ് ചെയ്താലും അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് ലൈഫിൻ്റെ നല്ല വശത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് പറയുമ്പോഴാണ് ഇതൊരു പ്രശ്നമായി മാറുന്നത്. നമുക്കൊക്കെ ലൈഫിലുണ്ടാവുന്ന പെയിൻ, ഇമോഷൻസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഇതൊക്കെ നമ്മൾ ഡീൽ ചെയ്തില്ല, പ്രോസസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഹീലിംഗ് നടക്കില്ല. എല്ലാം ശരിയാവും എന്ന് ദിവസത്തിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ 24 തവണയും പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഒരു പ്രശ്നം സോൾവ് ആകാൻ പോകുന്നില്ല. നിങ്ങൾക്കുണ്ടാകുന്ന ഡിഫിക്കൽട്ട് ഇമോഷൻസിനെ അക്നോളജ് ചെയ്യും. ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചത് പരിഹരിക്കാനുള്ള എഫേർട്ട് ഇടുകയും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കുകയും, ഇനി അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സപ്പോർട്ട് സീക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളിടത്താണ് ശരിക്കും നിങ്ങളുടെ ഹീലിംഗ് നടക്കാൻ പോകുന്നത്. ലൈഫിലെ പ്രശ്നങ്ങളെയൊക്കെ മറന്ന് നല്ലത് മാത്രം ഫോക്കസ് ചെയ്ത് പോകാനാണെങ്കിൽ യു ആർ ആക്ച്വലി ഇഗ്നോറിങ് യുവർ സെൽഫ്. So if you keep lying to yourself that everything is alright even when you're feeling too much within, will that be good for you? The goal is not always about thinking positively. The goal is to think realistically, feel honestly and act intentionally. Because sometimes നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റുന്ന one of the healthiest statements എന്ന് പറയുന്നത് all is well, everything is fine, everything is going to get better എന്നുള്ളത് മാത്രമല്ല. Sometimes the healthiest statement might sound like it's okay, it's really hard to go through this, it's too heavy and too difficult to handle, but somehow I will get through this. Don't ignore yourself.